വെൽക്കം യു ആൾ അഗൈൻ ടു അവർ ഇലക്ട്രോണിക്സ് ക്ലാസ് റൂം. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ഇലക്ട്രോണിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇലക്ട്രിക്കൽ ഫണ്ടമെൻ്റൽസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമുക്കറിയാം, നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഇലക്ട്രോണിക് ഡിവൈസസിനും സർക്യൂട്ട്സിനും ഒക്കെ എനർജി സോഴ്സായിട്ടുള്ളത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ വോൾട്ടേജ്, കറണ്ട്, പവർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പാരാമീറ്റേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വീട്ടിലേക്ക് നമ്മൾ പറയാറുണ്ട്, വോൾട്ടേജ് ഇല്ല, കറണ്ട് പോയി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ആദ്യത്തേത് ഇലക്ട്രിക് കറണ്ട്. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമുക്ക് നോക്കാം. ഡയഗ്രാം നോക്കൂ. ഒരു സിമ്പിൾ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഈ സ്വിച്ച് ക്ലോസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ടുവേർഡ്സ് ദ നെഗറ്റീവ് ടെർമിനൽ. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് പോകുന്നു സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ, അതായത് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ സർക്യൂട്ടിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഓൾവേസ് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ടുവേർഡ്സ് ദ നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ടെർമിനലിലേക്കാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇൻ അതർ വേർഡ്സ്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ, ഫ്രം ഹയർ പൊട്ടൻഷ്യൽ പോയിൻറ്റ് ടുവേർഡ്സ് ലോവർ പൊട്ടൻഷ്യൽ പോയിൻറ്റ്. പൊട്ടൻഷ്യൽ കൂടിയ മേഖലയിൽ നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ മേഖലയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചാർജ് കൂടിയ മേഖലയിൽ നിന്ന് ചാർജ് കുറഞ്ഞ മേഖലയിലേക്ക് ചാർജ് ഒഴുകും എന്ന് പറയുന്നത് പോലെ, വോൾട്ടേജ് കൂടിയ മേഖലയിൽ നിന്ന്, അഥവാ പൊട്ടൻഷ്യൽ കൂടിയ മേഖലയിൽ നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ മേഖലയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി എന്താണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ദി ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോയുടെ റേറ്റാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ചാർജ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ റേറ്റ്, അതായത് ഒരു സെക്കൻഡിൽ എത്ര കൂളോം ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഇലക്ട്രിക് കറണ്ട് ചെയ്യുന്നത്. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. ഉദാഹരണത്തിന്, ഒരു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നൊരു ചെറിയ എമൗണ്ട് ഓഫ് ചാർജ് കണ്ടക്ടറിൻ്റെ ഏതെങ്കിലും ക്രോസ് സെക്ഷൻ ഡെൽറ്റ ടി എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഇൻ്റർവൽ ഓഫ് ടൈമിൽ ക്രോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് I ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതായത് നമുക്കറിയാം, ഒരു സർക്യൂട്ട് നോക്കൂ. സർക്യൂട്ടിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടക്ടർ വഴിയാണ്, ഇലക്ട്രിക് കണ്ടക്ടർ വഴിയാണ് ഫ്ലോ ചെയ്യുന്നത്, വയേഴ്സ് വഴി അല്ലെങ്കിൽ കണ്ടക്ടർ വഴി. ആ കണ്ടക്ടറിൻ്റെ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ വഴി ഒരു ചെറിയ ഇൻ്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടിയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ, കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അതായത് I ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ ടി, അതായത് ചാർജ് പെർ ടൈം. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? കൂളോംസ് പെർ സെക്കൻഡ്. അതാണ് യൂണിറ്റ്. യൂണിറ്റ് കൂളോംസ് പെർ സെക്കൻഡ് ഓർ ആംപിയർ. നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഏതാണ് ഡിവൈസ് കറണ്ട് മെഷർ ചെയ്യാൻ, ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? അമ്മീറ്റർ. അമ്മീറ്റർ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ്. ദി ഇലക്ട്രിക് കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഓർ I ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു, പോസിറ്റീവ് ടെർമിനൽ ടുവേർഡ്സ് ദ നെഗറ്റീവ് ടെർമിനൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യൽ പോയിൻറ്റ് ടുവേർഡ്സ് ദി ലോ പൊട്ടൻഷ്യൽ പോയിൻറ്റ്. അതായത് പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ പോയിൻറ്റും നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ലോവർ പൊട്ടൻഷ്യൽ പോയിൻറ്റുമാണ് ബാറ്ററിയെ സംബന്ധിച്ച്. അടുത്തതായിട്ട് നമുക്ക് വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. ദി വോൾട്ടേജ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഈസ് ദി വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 1 പോയിൻറ്റ് ടു ദ അതർ. അതായത് 2 പോയിൻറ്റിനിടയ്ക്കുള്ള വോൾട്ടേജ് എന്താണെന്ന് വെച്ചാൽ,
ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളോംബ് ആണെന്ന് വെച്ചു. അത്രയും പോസിറ്റീവ് ചാർജ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് എത്രയാണോ അതാണ് ആ രണ്ട് പോയിൻറ്റിനിടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്നത്. ദ വോൾട്ടേജ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു ദി അതർ. അതിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം, EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അങ്ങനെയും പറയാം. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ EMF എന്നൊക്കെ പറയുന്നത്. നോക്കൂ, രണ്ട് പോയിൻറ്റിനിടയ്ക്ക് ഒരു Q കൂളോംബ് ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് W വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിക്കുക. അതായത് രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് ഒരു പോയിൻറ്റിൽ നിന്ന് അടുത്ത പോയിൻറ്റിലേക്ക് Q കൂളോംബ് ഓഫ് ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് W വർക്ക് ചെയ്യേണ്ടി വരും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പോയിൻറ്റിനിടയ്ക്കുള്ള വോൾട്ടേജ് എത്രയാണ്? W/Q. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾസ് പെർ കൂളോംബ്, ഓർ ദാറ്റ് ഈസ് ഇക്വലൻറ്റ് ടു വോൾട്ട്. ഒരു ജൂൾ പെർ കൂളോംബ് എന്ന് പറയുന്നതാണ് ഒരു വോൾട്ട്. അപ്പോൾ വോൾട്ടേജിൻ്റെ യൂണിറ്റ് ജൂൾസ് പെർ കൂളോംബ് ഓർ വോൾട്ട്സ് ആണ്. നമുക്കറിയാം, ഇത്രയും നേരം പറഞ്ഞിരുന്നു നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി സിമ്പിളായിട്ട് നമ്മൾ പറയും ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് എന്ന് പറയും. ഒരു സർക്യൂട്ടിൽ കൂടെയാണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് അമ്മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇലക്ട്രിക് കറണ്ട് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യണം. രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കാണ് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യേണ്ട സാധനം വോൾട്ട്മീറ്റർ ആണെങ്കിൽ വോൾട്ട്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ സർക്യൂട്ട്. അല്ലെങ്കിൽ ആ രണ്ട് പോയിൻറ്റിന് എക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് എക്സിസ്റ്റ് എക്രോസ് ദാറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ എക്രോസ് ദ സർക്യൂട്ട് എന്ന് പറയും. സർക്യൂട്ടിന് എക്രോസ് ആണ് നമ്മൾ വോൾട്ടേജ് പറയുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. എന്നാൽ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്, സർക്യൂട്ടിൽ കൂടെ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻ സീരീസ് ആയിട്ടാണ്, സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് നമ്മൾ അമ്മീറ്റർ വയ്ക്കുന്നത് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇലക്ട്രിക് പവർ എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഫോർ മൂവിങ് ചാർജസ് ഫ്രം വൺ പോയിൻറ്റ് ടു ദി അതർ. ഒരു പോയിൻറ്റിൽ നിന്ന് അടുത്ത പോയിൻറ്റിലേക്ക് ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കിൻ്റെ റേറ്റാണ് ഇലക്ട്രിക് പവർ. റേറ്റ് എന്ന് പറഞ്ഞാൽ ടൈം റേറ്റ്, അതാണ് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ. ഓർ ഇലക്ട്രിക് പവർ ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഫോർ മൂവിങ് ചാർജസ് ഫ്രം വൺ പോയിൻറ്റ് ടു ദി അതർ. അതായത് വർക്ക് പെർ സെക്കൻഡ്, വർക്ക് ബൈ ടൈം, അതാണ് പവർ. നമ്മൾ മെക്കാനിക്കലിലെ പവറും അങ്ങനെ തന്നെ, വർക്ക് ബൈ ടൈമാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നത് ചാർജ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നത് മാത്രമേ ഇലക്ട്രിക്കൽ എന്നുള്ള തരത്തിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ. മെക്കാനിക്കൽ വർക്കാണെങ്കിൽ നമ്മൾ അത് തന്നെ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. വർക്ക് ഡൺ പെർ സെക്കൻഡ്, അതാണ് പവർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പവർ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് വർക്ക് ഫോർ മൂവിങ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു ദി അതർ. ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റേ പോയിൻറ്റിലേക്ക് ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കിൻ്റെ ടൈം റേറ്റ് അല്ലെങ്കിൽ വർക്ക് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വർക്ക് ചെയ്യേണ്ടി വരുന്നു, അതാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണെന്ന് നമുക്കറിയാം. ഹയർ യൂണിറ്റ്സ് ഉണ്ട്, കിലോ വാട്ട്, മെഗാവാട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. മെഗാവാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി, നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയും മെഗാവാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വോൾട്ടേജും കറണ്ടും കൂടി ചേർന്ന് വരുന്ന, രണ്ടും കൂടെ ഉൾപ്പെടുന്നൊരു ക്വാണ്ടിറ്റിയാണ്. സോ ഇലക്ട്രിക് പവർ ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് ഇലക്ട്രിക് കറണ്ട്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് പവറായിട്ട് വരുന്നത്. ഓർ P ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, V ഇൻറ്റു I, ഓർ P ഈക്വൽ ടു VI. അതാണ് പവറിൻ്റെ ഇക്വേഷൻ. ഇനി വിക്ക് പകരം നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ച് IR, വിക്ക് പകരം IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V ഈക്വൽ ടു I²R, I² ഇൻറ്റു R എന്ന് പറയാം. അതുപോലെ ഐക്ക് പകരം V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V²/R എന്ന് കിട്ടും പവർ. അപ്പോൾ പവറിൻ്റെ 3 ഇക്വേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പവർ P ഈക്വൽ ടു V ഇൻറ്റു I ഈക്വൽ ടു I²R ഈക്വൽ ടു V²/R. ഈ 3 ഇക്വേഷനും പവറിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ വരാൻ പോകുന്നത് ഓംസ് ലോയിലേക്കാണ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഓം നിയമം അല്ലെങ്കിൽ ഓംസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്.
ഏതായാലും ഓംസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം അത് പറയാം. ഓംസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് മോർ, ഇലക്ട്രിക് കറണ്ട് ഈസ് മോർ. ഒരു സർക്യൂട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം സർക്യൂട്ട് കറണ്ടും കൂടുതലായിരിക്കും. എത്ര വോൾട്ടേജ് കൊടുക്കുന്നോ അത്രത്തോളം കറണ്ട് വരും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഓംസ് ലോ. യഥാർത്ഥത്തിൽ ഓംസ് ലോ പറയുന്നത് ഇതാണ്: അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എനി സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനനുസരിച്ചാണ് സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട്. അതാണ് ഓംസ് ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ കണ്ടീഷൻ എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. അല്ല, ടെമ്പറേച്ചർ വേരിയേഷൻ വന്നാൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഇത് സംബന്ധിച്ച് വരും. അതുകൊണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, ഓർ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയാൽ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻ ടു ഐ. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, or V by I, V divided by I is equal to a constant. That constant is called the resistance R of the circuit. അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓംസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. അപ്പോൾ V by I, V divided by I is equal to R, or V equal to IR. ഇതാണ് ഓംസ് ലോയുടെ ചുരുക്കം എന്ന് പറയുന്നത്. ഇനി ഓംസ് ലോ അനുസരിക്കുന്ന മെറ്റീരിയൽസിനെയൊക്കെ ഓമിക് മെറ്റീരിയൽസ് എന്ന് പറയും. അല്ലെങ്കിൽ ഓംസ് ലോ അനുസരിക്കുന്ന കണ്ടക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. എന്നാൽ ഓംസ് ലോ അതേപടി അനുസരിക്കാത്ത മെറ്റീരിയൽസും ഉണ്ട്. ഉദാഹരണത്തിന് സെമി കണ്ടക്ടേഴ്സൊക്കെയാണ്. സെമി കണ്ടക്ടേഴ്സൊക്കെ ഓംസ് ലോ പ്രകാരം അല്ല അതുവഴിയുള്ള വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നോൺ ഓമിക് കണ്ടക്ടറാണ്. അതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഓംസ് ലോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്തത് നമ്മുടെ ഈ റെസിസ്റ്ററുകൾ പല തരത്തിൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. പലതരത്തിൽ. അതിൽ പ്രധാനമായിട്ട് 2 തരത്തിൽ ഉള്ള കണക്ഷൻസാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് സീരീസ് കണക്ഷൻ, 2 പാരലൽ കണക്ഷൻ. അല്ലെങ്കിൽ സീരീസ് കോൺഫിഗറേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് പാരലൽ കോൺഫിഗറേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ 2 അതിലധികമോ റെസിസ്റ്റേഴ്സ് ഒന്നുകിൽ നമുക്ക് സർക്യൂട്ടിൽ സീരീസിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. 2 തരത്തിലുള്ള കണക്ഷൻസാണ് ഉള്ളത്. ആദ്യം നമുക്ക് എന്താണ് സീരീസ് കോമ്പിനേഷൻ, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നോക്കാം. എന്താണ് സീരീസ് കണക്ഷൻ? റെസിസ്റ്റേഴ്സ് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? 2 or more resistors are said to be connected in series when the same current flows through all those resistors. അങ്ങനെയാണ് സീരീസ് കണക്ഷൻ്റെ രീതി. എന്താണ് പറഞ്ഞതെന്ന്? അതായത് 2 അതിലധികമോ റെസിസ്റ്റേഴ്സ് സീരീസ് കണക്ഷനിലാണ്, സീരീസ് കോമ്പിനേഷനിലാണ് എന്ന് പറയപ്പെടുന്നത് അവയിലെല്ലാം ഒരേ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്താണ്. അതായത് 2 അതിലധികമോ റെസിസ്റ്റേഴ്സ് സീരീസിലാവുന്നത് അവയിലെല്ലാം ഒഴുകുന്ന കറണ്ട് ഒരേ കറണ്ടായിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ്. അതായത് സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ റെസിസ്റ്റേഴ്സിലൂടെയുള്ള കറണ്ട് സെയിം ആണ് എന്നർത്ഥം. ഓർ ദേ ആർ കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ ദോസ് റെസിസ്റ്റേഴ്സ്. നമുക്ക് ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഇൻ ദിസ് സർക്യൂട്ട് ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദ സെയിം, ബട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് വിൽ ബി ഡിഫറെൻറ്റ്. നമുക്കറിയാം ഈ സർക്യൂട്ടിൽ കറണ്ട് സെയിം ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യസ്തമാണ്. അതാണ് സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷനിൽ ഓരോ റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ട് ഒന്ന് തന്നെ, എല്ലാ റെസിസ്റ്റേഴ്സിലും പോകുന്ന കറണ്ട് ഒന്ന് തന്നെയാണ്. എന്നാൽ റെസിസ്റ്റേഴ്സിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസസ് വ്യത്യസ്തമായിരിക്കും. 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 എന്നീ റെസിസ്റ്റേഴ്സ് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ R1ലും R2ലും R3ലും പോകുന്ന കറണ്ട് സെയിം തന്നെ ആയിരിക്കും. എന്നാൽ R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കില്ല R2 അക്രോസ് ആയിട്ടുള്ളത്, അതായിരിക്കില്ല R3 അക്രോസ് ആയിട്ടുള്ളത്. അതായത് കറണ്ട് സെയിം ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യസ്തം. ഇതാണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത. നമുക്ക് ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം.
ഈ സർക്യൂട്ടിൽ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1, R2 ആൻഡ് R3. These 3 resistors are connected in series across a battery of supply V volts. അതായത് V വോൾട്ട് ഉള്ളൊരു ബാറ്ററി R1, R2, R3 എന്നീ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ കൊടുത്തിരിക്കുകയാണ്. അതായത് R1, R2, R3 എന്നീ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിന് അക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബാറ്ററി വോൾട്ടേജ് V വോൾട്ട്സ് ആണ്. അങ്ങനെ ആവുമ്പം if the circuit is closed, there will be a current flow from the positive terminal towards the negative terminal. സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു വഴി മാത്രമേ ഉള്ളൂ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ ഈ കറണ്ട് R1 കൂടെ പോവും, R2 കൂടെ പോവും, R3 കൂടെ പോവും. അപ്പോൾ ഈ 3 റെസിസ്റ്റേഴ്സിൽ കൂടെയും പോകുന്ന കറണ്ട് സെയിം തന്നെയാണ്, ഒരേ കറണ്ടാണ്. എന്നാൽ R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ് നോക്കുക. R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അതാണ് ഓംസ് ലോ പറയുന്നത്. അപ്പോൾ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് I ആണെന്ന് വിചാരിക്കുക. സർക്യൂട്ടിൽ കൂടെ ഉള്ള മൊത്തം കറണ്ട്, ടോട്ടൽ കറണ്ട് I ആണെന്ന് വിചാരിക്കുക. ഈ I തന്നെയാണ് R1 കൂടെ പോകുന്ന കറണ്ട്, ഈ I തന്നെയാണ് R2 കൂടെ പോകുന്ന കറണ്ട്, ഇതേ I തന്നെയാണ് R3 കൂടെ പോകുന്ന കറണ്ട്. അപ്പോൾ R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ, വോൾട്ടേജ് അക്രോസ് R1 V1 ആണെന്നിരിക്കട്ടെ. V1 ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ആ റെസിസ്റ്റൻസ്. R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പം R1 കൂടെ ഉള്ള കറണ്ട് ഇൻറ്റു R1, അതായത് I ഇൻറ്റു R1. വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് R2? സെയിം കറണ്ടാണ് R2 കൂടെയും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഈസ് I ആൻഡ് ദ റെസിസ്റ്റൻസ് ഈസ് R2. അപ്പോൾ വോൾട്ടേജ് അക്രോസ് R2 ഈസ് I ഇൻറ്റു R2. ഇനി വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് R3? കറണ്ട് I ഇൻറ്റു R3. R3 ആണ് റെസിസ്റ്റൻസ്, കറണ്ട് I ആണ്. അപ്പോൾ R3 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് I ഇൻറ്റു R3. ഇനി നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്, കൊടുത്തിരിക്കുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ബാറ്ററി വോൾട്ടേജ് മാത്രമാണ്, V ആണ്. ആ വോൾട്ടേജിൽ നിന്നാണ് R1 അക്രോസ് ആയിട്ടുള്ള V1 പോകുന്നത്, അതിൽ നിന്ന് തന്നെയാണ് R2 അക്രോസ് ആയിട്ടുള്ള V2 പോകുന്നത്, അതിൽ നിന്ന് തന്നെയാണ് R3 അക്രോസ് ആയിട്ടുള്ള V3 പോകുന്നത്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആണെന്ന് നമുക്കറിയാം. ഇനി സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു റെസിസ്റ്റൻസ്, അതായത് ഈ R1ഉം R2ഉം R3ഉം ഒക്കെ കണക്ട് ചെയ്തിരിക്കുമ്പോൾ മൊത്തം സർക്യൂട്ടിൽ വരുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണെന്ന് വിചാരിക്കുക. ലെറ്റ് R ബി ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ടിലുള്ള ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം V, സർക്യൂട്ട് കറണ്ട് I ആണ്, സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്. അങ്ങനെയാണ് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും? V ഈക്വൽ ടു IR ആണെന്ന് നമുക്കറിയാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് R, ടോട്ടൽ കറണ്ട് I, അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് IR, V ഈക്വൽ ടു IR. അപ്പോൾ നമുക്കത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. നമുക്കറിയാം V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് നമ്മൾ എഴുതി. ആ Vക്ക് പകരം I ഇൻറ്റു R എഴുതാം. R ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ആണെങ്കിൽ. അപ്പോൾ IR ഈക്വൽ ടു V1 പകരം I ഇൻറ്റു R1, V2 പകരം I ഇൻറ്റു R2, V3 പകരം I ഇൻറ്റു R3. ദാറ്റ് മീൻസ് IR ഈക്വൽ ടു IR1 പ്ലസ് IR2 പ്ലസ് IR3. ഇനി നമുക്ക് I രണ്ട് ഭാഗത്തൊന്നും ക്യാൻസൽ ചെയ്യാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ദാറ്റ് മീൻസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് R1, R2 ആൻഡ് R3. അതായത് സീരീസ് കോമ്പിനേഷനിലായിരിക്കുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ് ആണ്. അതായത് രണ്ടോ അതിലധികമോ റെസിസ്റ്റൻസസ്